നമസ്തേ. ഓം ശ്രീ മഹാവിഷ്ണുവായ സ്വാമിനെ നമഃ. ഓം ശ്രീ മഹാകൃഷ്ണകുക്ഷ്യായ നമഃ. വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡാനിരാജ്, കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം, തൃപ്രയാർ. നമ്മളിന്ന് വശ്യത്തിൻ്റെ കാര്യമാണ് പറയാൻ പോണത്. മുൻപത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് ദിവസം പ്രതി എന്ന് പറഞ്ഞോണം ഒരുപാട് കോളുകൾ ഈ വശ്യത്തിനെ പറ്റി ചോദിച്ചും ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനായിട്ട് വശ്യം ചെയ്യാനായിട്ട് ഒരുപാട് പേര് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ആ വീഡിയോ ഇപ്പോൾ ചെയ്യണത്. വശ്യത്തിനെ പറ്റി നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. വശ്യം എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള വശ്യങ്ങളുണ്ട്. നമുക്ക് സാമ്പത്തിക സ്രോതസ് നമ്മുടെ കയ്യിലേക്ക് വരാനുള്ള വശ്യമുണ്ട്. അതിൻ്റെ ഒരു സ്വാമിയുടെ മന്ത്രമുണ്ട്, വശ്യ മന്ത്രമുണ്ട്. അതുപോലെ ദമ്പതി ബലത്തിലുള്ള തടസ്സങ്ങൾ മാറാനായിട്ട്, അകൽച്ചകൾ മാറാനായിട്ട് വശ്യപൂജയുണ്ട്. അതും വശ്യത്തിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാമുകി കാമുകന്മാർ അവരുടെ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങൾ മാറാനും നമ്മൾ വശ്യപൂജ ചെയ്യുന്നുണ്ട്. ബിസിനസ്സിൽ വരുന്ന തടസ്സങ്ങൾ മാറാൻ, വ്യക്തിപരമായിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥാനത്ത് നമ്മുടെ മേൽ അധികാരികളുടെ പ്രീതി ലഭിക്കാനായിട്ടുള്ള വശ്യകർമ്മങ്ങൾ. വശ്യം പല രീതിയിലാണ് നമുക്ക് പറയണത്. ഇതിൽ മറ്റുള്ളവർക്ക് ദ്രോഹം വരുന്ന രീതിയിലുള്ള വശ്യകർമ്മങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കില്ല. അനിഷ്ടബന്ധങ്ങൾ, അതിനു വേണ്ടിയിട്ട് നമ്മൾ വശ്യം ചെയ്തു കൊടുക്കില്ല. അനിഷ്ടബന്ധം എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അംഗീകരിക്കാത്ത ബന്ധങ്ങൾ, അതായത് ഒരു കുടുംബജീവിതമുള്ള ആൾ വേറൊരാളെ ആഗ്രഹിച്ച് അങ്ങനത്തെ വശ്യകർമ്മങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണില്ല. അതിനുവേണ്ടി നമ്മളെ ദയവ് ചെയ്ത് വിളിക്കുകയും ചെയ്യരുത്. നല്ല രീതിയിലുള്ള വശ്യകർമ്മങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള വശ്യകർമ്മങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തു കൊടുക്കുന്നുള്ളൂ. അത് ഫലവത്വമാണ്. അല്ലെങ്കിൽ ഈ ദമ്പതി ഫലങ്ങളുടെ വശ്യകർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ കാമുകി കാമുകന്മാരുടെ വശ്യകർമ്മങ്ങൾക്ക് നമുക്ക് കാലതാമസം കുറച്ച് കൂടുതൽ വരുന്നതായിട്ടുള്ള വശ്യകർമ്മങ്ങളാണ്. വ്യക്തമായിട്ട് കേട്ടതിന് ശേഷം മാത്രം നമ്മളെ വിളിച്ചാൽ മതി എന്നർത്ഥം. മിനിമം 180 ദിവസം, അതിൽ ചില വിഷയങ്ങളിൽ അതിൽ കൂടുതൽ ദിവസം നമുക്ക് ഫലപ്രാപ്തി കിട്ടാനായിട്ട് സമയം എടുക്കാറുണ്ട്. ചില കർമ്മങ്ങൾ, എല്ലാ കർമ്മവും ഫലവത്താവുന്നുള്ള അഹങ്കാര അവകാശമൊന്നും ഈ മഠത്തിനില്ല. ചില വ്യക്തികൾക്ക് ചില കാര്യങ്ങൾക്ക് നമ്മൾ എത്ര കർമ്മം ചെയ്താലും ഫലപ്രാപ്തി കിട്ടാൻ താമസം വരികയും ചെയ്യാറുണ്ട്. ഒരു 100 എണ്ണം എടുക്കുമ്പോൾ ഒരു 10 എണ്ണമൊക്കെ ആയിട്ട് നമുക്ക് ഫലപ്രാപ്തി കിട്ടാതെയും പോകാറുണ്ട്. അത് എങ്ങനെയുണ്ടാവണേ എന്നുള്ളത് ഒന്നുകൂടി വിശദീകരിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു വ്യക്തിയുടെ കർമ്മം നമ്മളിവിടെ ചെയ്തു, അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള അവരുടെ ദിനചര്യകളിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇതൊന്നും ചെയ്യാൻ ആർക്കും സമയമില്ല. ഒരു മന്ത്രം കൊടുത്തിട്ട് 21 തവണ ദിവസം ചൊല്ലണം എന്ന് പറഞ്ഞാൽ അത് 10 ദിവസം ചൊല്ലും, പിന്നെ അത് അവസാനിപ്പിക്കും, പിന്നെ ചൊല്ലാണ്ടാവും. സ്വാമിക്ക് 1 രൂപയിലും കുറയാത്തൊരു നാണയം നിത്യം ഭണ്ണാരട്ടൊക്കെയാണെന്ന് പറഞ്ഞാൽ അതും 10 ദിവസം ഇടും, പിന്നെ 5 ദിവസം മുടക്കും, പിന്നെ 10 ദിവസം ഇടും, പിന്നെ 5 ദിവസം മുടക്കും. ഇതൊന്നും ശരിയായ രീതിയിൽ ദിനചര്യയായിട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല നമ്മുടെ ജനങ്ങൾ. പിന്നെ എങ്ങനെയാ ഫലപ്രദമാവുക? അതൊരു കാര്യം. രണ്ടാമത് ഫലപ്രദമാവാണ്ടിരിക്കുക എങ്ങനെയാ? ഒരുപാട് ദുരിതങ്ങളുള്ള ആളുകൾക്ക് ഫലപ്രദമാവാനായിട്ട് സമയപരിധി കൂടുതലെടുക്കും. അപ്പോൾ സമയപരിധി കൂടുതലെടുക്കുമ്പോൾ ചില ആളുകൾക്ക് നിരാശ വരും. ഇത്ര ദിവസമായിട്ട് അതിന് ഫലമൊന്നും കിട്ടിയില്ല. അങ്ങനെ വിചാരിക്കുമ്പോൾ തന്നെ അത് മുടങ്ങിപ്പോയി. പിന്നെ അവർ പ്രാർത്ഥനയില്ല ഒന്നും ഇല്ലാണ്ടാവണേ. അപ്പം അങ്ങനെയൊക്കെയാണ് അതിൽ വിഘ്നം ഉണ്ടാവുക. അപ്പോൾ ആ വിഘ്നം ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ഞാൻ പരിശ്രമിക്കുന്നതോട് കൂടിയിട്ട് തന്നെ നിങ്ങളും കൂടി നമ്മുടെ മഠത്തോടും നമ്മുടെ ഭഗവാനോടും ചേർന്ന് നിന്ന് ഇവിടെ നിന്ന് തരുന്ന നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ മുടങ്ങാതെ ചെയ്തു പോകണം. അപ്പം അതിനുള്ളൊരു സാഹചര്യം നിങ്ങൾ കൂടി സൃഷ്ടിക്കപ്പെടുത്തിയാൽ മാത്രമേ ഫലപ്രാപ്തി കിട്ടുള്ളൂ. വശ്യകർമ്മം ഫലപ്രാപ്തി കിട്ടുന്ന കർമ്മം തന്നെയാണ്. നമ്മൾ പറയുന്ന രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഫലപ്രാപ്തി കിട്ടുന്ന കർമ്മമാണ്. പക്ഷെ ഇവിടെ പല വ്യക്തികളും വശ്യകർമ്മം ചെയ്താൽ 7 ദിവസം കഴിയുമ്പോഴേക്കും തുടങ്ങും തിക്കും തിരക്കും. അയ്യോ വീണ്ടും തല്ലൂട്ടായി, അല്ലെങ്കിൽ വീണ്ടും അവിടെ പ്രശ്നമായി, ഇവിടെ പ്രശ്നമായി. 7 ദിവസം കൊണ്ടും 21 ദിവസം കൊണ്ടൊക്കെ ഫലപ്രാപ്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വരുന്ന പരസ്യങ്ങൾ, അത് 100 ആൾ ചെയ്താൽ 10 ആൾക്ക് ഫലപ്രദമാവുള്ളൂ, ബാക്കി 90 ആളും ഫലപ്രദമാവാണ്ടിരിക്കുന്നുണ്ടാവും. ഏത് കാര്യത്തിനും സമയമെടുക്കും.
അതിന് സമ്മതമുള്ളവർ മാത്രം വന്നാൽ മതി. എന്തിന് 7 ദിവസം കഴിയുമ്പോഴേക്കും നമ്മളെ വിളിച്ച് ദിക്കും തിരക്കും കൂട്ടി ബുദ്ധിമുട്ടിക്കും? നമുക്കൊരു ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ 2 ഫോൺ വെച്ചിട്ട് 3 നമ്പർ 4 നമ്പർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ വിളിച്ച കോള് തിരിച്ച് വിളിക്കും, നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വാട്സപ്പിൽ വന്ന് തിരിച്ച് ആൻസറും കൊടുക്കുക. അതുകൊണ്ട് നമ്മളെ വിളിച്ച് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാവുന്നത് കൊണ്ട് ഉപദ്രവം ഉണ്ടാക്കാത്ത രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. അപ്പം നമ്മൾ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ദിനചര്യയിൽ ഉൾപ്പെടുത്തിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നവർ മാത്രം ഈ കർമ്മങ്ങൾക്ക് നമ്മളെ വിളിച്ചാൽ മതി. അല്ലാത്ത ആളുകൾ നമ്മളെ കർമ്മത്തിന് ചെയ്യിക്കാനും പൈസ തരണ്ട. നമ്മളെ വിളിക്കുന്നതുകൊണ്ട് ഇപ്പോൾ എൻക്വയറി ചെയ്യുന്നതുകൊണ്ടൊന്നും നമുക്ക് വിരോധമൊന്നുമില്ല. നമുക്ക് ധനം തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായി കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം കർമ്മത്തിനുള്ള ധനം സ്വാമിക്ക് സമർപ്പിച്ചാൽ മതി. അല്ലാണ്ട് നമ്മൾ ആരെയും ധനം വാങ്ങാൻ നിർബന്ധിപ്പിക്കാറുമില്ല. ഇനിയിപ്പോൾ ഇന്ന് വിളിച്ച ആളെ നാളെ വിളിച്ചിട്ട് എന്താ നിങ്ങൾ ഇന്നലെ വിളിച്ചിട്ട് പിന്നെ വിളിക്കാൻ ആ ചോദ്യം ഒന്നും കൂടി ഇല്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യും, അത്ര തന്നെ. നിങ്ങൾക്ക് താല്പര്യമുള്ളപ്പോൾ നിങ്ങൾ ചെയ്യുന്നു, അത് ഞാൻ നിർബന്ധിക്കുകയില്ല. അതൊക്കെ നമ്മുടെ മഠത്തിൻ്റെ ഒരു രീതിയാണ്, ചിട്ടയാണെന്ന് തന്നെ പറയാം. അപ്പോൾ എപ്പോൾ വന്നാലും നമ്മളായിട്ട് സംസാരിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. വിളിച്ചാൽ കിട്ടും. ആരുടെയും ഫോൺ ബ്ലോക്ക് ചെയ്യുന്നില്ല, എടുക്കാതിരിക്കുന്നില്ല. ആ ഒരു സൗഹൃദം എപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന അല്ലെങ്കിൽ സ്വാമീനെ കാണാൻ വരുന്ന എല്ലാ വ്യക്തികൾക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് വശ്യകർമ്മങ്ങൾ ചെയ്യാം. നമ്മളോട് നമ്മൾ പറയുന്ന രീതിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഫലപ്രാപ്തി നമുക്ക് സ്വായത്താക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ സ്വാമിയുടെ ഭക്തരായുള്ള സഹോദരി സഹോദരങ്ങൾക്കും ഐക്യത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും നിലനിൽക്കാനും സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കാനുള്ള അനുകൂലങ്ങൾ ഉണ്ടാവാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ.